തൊഴിൽ വേതനവും തൊഴിൽ ദിനങ്ങളും വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവുമായി തൊഴിലുറപ്പ് തൊഴിലാളികൾ രംഗത്തെത്തി. നിത്യോപയോഗ സാധനങ്ങളുടെ വില കുത്തനെ വർദ്ധിച്ചതും പ്രതികൂല കാലാവസ്ഥയിൽ കാർഷിക വിളകളുടെ ഉൽപാദനം കുറഞ്ഞതും ഇടുക്കി ഹൈറേഞ്ചിലെ കർഷകർക്ക് തിരിച്ചടിയായതിനെ തുടർന്നാണ് തൊഴിൽ ദിനവും തൊഴിൽ വേതനവും വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം തൊഴിലാളികൾ ഉന്നയിക്കുന്നത്. തൊഴിലുറപ്പ് വേതനം 600 രൂപയായി വർദ്ധിപ്പിക്കണമെന്നും തൊഴിൽ ദിനങ്ങൾ 200 ആക്കണമെന്നുമുള്ള ആവശ്യമാണ് തൊഴിലാളികൾ മുന്നോട്ട് വയ്ക്കുന്നത്. നിത്യോപയോഗ സാധനങ്ങളുടെ വില ഇരട്ടിയായി വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് അവശ്യ വസ്തുക്കൾ വാങ്ങാൻ ഗത്യന്തരമില്ലാത്ത സാഹചര്യമാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ നേരിടുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് ഏലം കൃഷി നശിക്കുകയും ഏലത്തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്നവർക്ക് ജോലികൾ നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് തൊഴിലുറപ്പ് ദിനങ്ങളും വേതനവും വർദ്ധിപ്പിച്ച് കൂടുതൽ തൊഴിൽ ചെയ്യാൻ അവസരമുണ്ടാക്കണമെന്നും കാർഷിക ക്ഷീരമേഖലയിലേക്ക് തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രയോജനം പൂർണ്ണമായും എത്തിക്കണമെന്നുമാണ് തൊഴിലാളികളുടെ പ്രധാന ആവശ്യം. ഈ തൊഴിലുറപ്പ് തൊഴിലിന് 600 രൂപ കൂലിയാക്കണമെന്നും 200 പ്രവൃത്തി ദിനങ്ങൾ നൽകണമെന്നുമാണ് സർക്കാരിനോട് ആവശ്യപ്പെടുവാനുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഡിസംബർ മാസത്തിന് ശേഷം തൊഴിലുറപ്പിൻ്റെ കൂലി ലഭിച്ചിട്ടില്ല. ഡിസംബർ വരെയുള്ള എല്ലാ കാലത്തും കൂലിയെല്ലാം കൃത്യമായ ഒരാഴ്ചയിലൊക്കെ ഒന്ന് കിട്ടിക്കൊണ്ടിരുന്നതാണ്. അതിനുശേഷം 2 മാസമായിപ്പോൾ കൂലി ലഭിച്ചിട്ടില്ല. അത് അടിയന്തരമായിട്ട് കിട്ടാനുള്ള നടപടി ഉണ്ടാകണം. ഞങ്ങൾക്ക് 4 മെസ്റ്റോളിൻ്റെ പൈസ കയറാനുണ്ട്. ആ 4 മെസ്റ്റോളിൻ്റെ പൈസ കയറാത്തതുകൊണ്ട് ഞങ്ങളുടെ കൂടെ 90 വയസ്സ് വരെയുള്ള ഒരു പണിയാനുണ്ട്. അവർക്കൊരു മരുന്ന് മേടിക്കാനോ കുഴമ്പ് മേടിക്കാനോ ഒന്നും കാശില്ല. കൂലിപ്പണി ചെയ്യാൻ പറ്റാത്തവരാണ് ഈ നിൽക്കുന്നതിൽ പകുതി പേരും. പിന്നെ ഞങ്ങൾക്ക് 600 രൂപയെങ്കിലും തന്നിരിക്കണം കൂലി. 200 പണിയും വേണം. ഞങ്ങളുടെ തൊഴിലുറപ്പിൻ്റെ പൈസ എത്രയും വേഗം ഞങ്ങൾക്ക് തരാതെ ഒരു നിവൃത്തിയില്ല. ഇതുവരെ ഞങ്ങൾ തൊഴിലുറപ്പിൽ 4 മാസത്തോളം വന്നിട്ട് ഇതുവരെ ഞങ്ങൾക്ക് പൈസ കയറി വന്നിട്ടില്ല. ഒരു കാലിച്ചായ കുടിക്കാൻ പോലും നമ്മളെ കാശില്ല. അത് ഇതിനു വേണ്ടി സർക്കാർ എന്തെങ്കിലും അത് വേണ്ട പോലെ നടപടി എടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. 2024 ക്രിസ്തുമസിന് ശേഷം തൊഴിലാളികൾക്ക് വേതനം ലഭിച്ചിട്ടില്ല. ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള സമയത്ത് ചെയ്ത തൊഴിലിന്റെ വേതനം 10 ദിവസത്തിനുള്ളിൽ ലഭിച്ചുകൊണ്ട് ഇരുന്നതാണ്. ഡിസംബറിന് ശേഷം 2 മാസമായി വേതനം ലഭിക്കാത്തതിനാൽ തൊഴിലാളികൾ ബുദ്ധിമുട്ടിലാണ്. വിഷയത്തിൽ അടിയന്തരമായി പ്രശ്നപരിഹാരമുണ്ടാക്കണമെന്നും കാർഷിക മേഖലയായ ഇടുക്കിയിൽ അടുത്ത വർഷത്തെ പദ്ധതികൾ ആരംഭിക്കുമ്പോൾ കാർഷിക ജോലികൾക്ക് പ്രഥമ പരിഗണന നൽകണമെന്നുമാണ് തൊഴിലാളികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.